തളിപ്പറമ്പിൽ MLA TK ഗോവിന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സഖാവേ. സ്വതന്ത്ര MLA ആയി തളിപ്പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകി. പക്ഷേ അവർ ആ മുന്നറിയിപ്പ് മനസ്സിലായില്ല. പക്ഷേ അത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് എന്തായിരുന്നു TK ഗോവിന്ദൻ അവിടെ തളിപ്പറമ്പിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ CPMൻ്റെ കണ്ണൂർ ഘടകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി കാട്ടിക്കൊടുത്ത നേതാവ്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ എന്തിനുള്ള സന്ദേശമായാണ് താങ്കൾ കാണുന്നത്? ഈ തിരഞ്ഞെടുപ്പ് വിജയം ഈ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഭരണം മാറണം എന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ പ്രകടമായത്. തെരഞ്ഞെടുപ്പ് വിജയം ഭരണവിരുദ്ധത എന്നതിനപ്പുറത്തേക്ക് ചിലയിടങ്ങളിൽ ചില നേതാക്കളെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചു എന്നുള്ളൊരു അത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് പൊതുവെ പറയുന്നത്. അത്തരം കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലില്ല. ഞാൻ മത്സരിച്ചത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് മത്സരിച്ച പ്രത്യേക ഒരു ആശയമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചത്. അതിന് തളിപ്പറമ്പിലെ ജനങ്ങൾ പൂർണ്ണമായ അംഗീകാരം നൽകി. അത് പാർട്ടിയുടെ ഈ ഇന്നത്തെ നയത്തിനെതിരായിട്ടുള്ളൊരു താക്കീത്താണ് വിജയം. ആ കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. മറ്റെവിടെയെങ്കിലും നടന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ ഞാനത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ചെയ്തിട്ടില്ല. താങ്കൾ ഒരിക്കലും MLA ആയി മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ MLA ആകുമെന്നോ ഒരിക്കലും താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരു വിജയിക്കുമോ എന്നത് ഉറപ്പുമില്ലാതെ ഒരു മെസ്സേജ് കൊടുക്കുകയായിരുന്നു താങ്കൾ. കാരണം താങ്കൾ ഉയർത്തിയത് ചൂണ്ടിക്കാട്ടിയത് പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് താങ്കൾ ഇങ്ങനെ ഒരു നിർണായക തീരുമാനമെടുത്തത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനമെടുത്തത് എന്തുകൊണ്ടും ഉചിതമായ സമയത്തെടുത്ത ഉചിതമായ തീരുമാനമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഞാൻ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തളിപ്പറമ്പ് മണ്ഡലം CPMൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം CPM മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അപ്പം ഞാനവിടെ മത്സരിക്കുമ്പം തീർച്ചയായിട്ടും എളുപ്പത്തിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ 10 വർഷമായി CPMൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. CPMൻ്റെ ഏരിയ സെക്രട്ടറിയായി ദീർഘകാലം, അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടും കുറേ കാലമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പാർട്ടി അനുഭാവികളൊക്കെ എനിക്ക് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പൊതുവെ നല്ല അംഗീകാരമാണുള്ളത്. അവരത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പിന്തുണ ജനങ്ങൾ എനിക്ക് നൽകി. അങ്ങനെയാണ് ഞാൻ ആ ആശയം ഉയർത്തിപ്പിടിച്ചോ. ജനങ്ങളാകെ എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എനിക്ക് വോട്ട് നൽകി, വൻ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് തീർച്ചയായും ഞാൻ ഉയർത്തിയ ആശയത്തിനുള്ള പിന്തുണയാണ്. അതിൽ ഇനി തിരുത്തൽ വരുത്തേണ്ടത് CPM ആണ്. അതുപോലെ വരുത്തുന്നില്ല അവരുടെ കാര്യം. ഇനി അത് എൻ്റെ വിഷയത്തിൽ വരുന്നില്ല. എന്തായാലും താങ്കൾ അങ്ങനെ ഒരു വിമർശനവും പരസ്യമായി പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചത് ഒരുപക്ഷെ താങ്കൾ പാർട്ടി വിട്ടുപോയി മറുഭാഗത്ത് കോൺഗ്രസിനൊപ്പം ചേരുമ്പോൾ അങ്ങനെ പല ചോദ്യങ്ങൾ ആ സമയത്ത് ഉയർന്നിരുന്നു. പക്ഷേ താങ്കൾ അങ്ങനെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല, സ്വതന്ത്രനായി അവിടെ മത്സരിക്കുമെന്നായിരുന്നു താങ്കൾ പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ചെയ്തു. കോൺഗ്രസ്സുകാർ താങ്കൾക്ക് UDF ഏറ്റവും മികച്ച പിന്തുണ താങ്കൾക്ക് തന്നു. അവർ താങ്കളെ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി മാറിയിട്ടില്ല. ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കാൻ തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് TK ഗോവിന്ദൻ എന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ CPMലില്ല. CPM ഞാൻ വിട്ടു. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ CPM ആവണമെന്നില്ല, CPMൽ മെമ്പർ ആവണമെന്നില്ല, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവണമെന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയാണ്, ജീവിത ശൈലിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, അത് അങ്ങനെ ജീവിച്ചു പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നുണ്ടെങ്കിൽ അത് CPM ആവണം എന്നില്ല. ഇതിപ്പോൾ കണ്ണൂരിൽ തന്നെ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്ന് വിജയിച്ചു വന്നു. താങ്കളെപ്പോലെ തന്നെയാണ് അദ്ദേഹവും ആ ഒരു കണ്ണൂർ CPMനോടുള്ള ആ വിയോജിപ്പ്. അപ്പോഴും ഇതൊക്കെ ഉയർത്തി വിമർശനമൊക്കെ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഉയർത്തിക്കാട്ടിയിട്ടും നേതൃത്വം അത് അവഗണിച്ച് ഗൗനിക്കാതെ അവർക്കെതിരെ ആരോപണം ഉയർത്തിയായിരുന്നു നേതൃത്വം മുന്നോട്ട് പോയത്. അപ്പോൾ താങ്കൾ ഉയർത്തിയ അതേ രീതിയിലുള്ള ആ ഒരു നയങ്ങളിലെ വ്യതിയാനം അത് ഉയർത്തിക്കാട്ടിയാണ് നിങ്ങൾ രണ്ടുപേരും അവിടെ നിങ്ങളുടെ നിലപാടുകളാണ് ശരി, ജനങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ കാട്ടിക്കൊടുത്തു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും, ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ കരുത്തനായ G സുധാകരൻ, നിങ്ങൾ 3 പേരും സ്വതന്ത്രനായി മത്സരിച്ചാണ് UDF പിന്തുണയോടുകൂടി നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് 3 പേരും. അപ്പോൾ 3 ഇടതുപക്ഷ നേതാക്കൾ ഇനി UDFനൊപ്പം വരുമ്പോൾ UDFൽ നിലവിൽ തന്നെ UDFൽ ഇടതുപക്ഷം വിട്ടുവന്ന RSP ഉണ്ട്, CMP ഉണ്ട്. അപ്പോൾ UDFൽ നിലവിലുള്ള ആ ഇടതുപക്ഷ ആശയങ്ങളുള്ളവരൊക്കെ തന്നെ ഒരുമിച്ചുള്ള ഒരു റീയൂണിയൻ അങ്ങനെ ഉണ്ടാകുമോ? അത് നമുക്ക് പ്രതീക്ഷിക്കാമോ? UDFൻ്റെ
പിന്തുണയോടുകൂടിയുള്ള ഇടതുപക്ഷ മനോഭാവമുള്ളവർ MLA-മാരായി ഇവിടെയുണ്ട്. അത് UDF-ൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ്. ആ നിലക്ക് ഒരു ഇടതുപക്ഷ മനോഭാവത്തോടുകൂടി തന്നെ UDF-ൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണൻ്റെ വിഷയത്തിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ നിലപാടുണ്ട്. ആ നിലപാടിനുള്ള അംഗീകാരമാണ് കൊടുത്തത്. പാർട്ടി നേതൃത്വം പറഞ്ഞ് തെറ്റാണ് എന്നുള്ളതാണ് ജനങ്ങൾ അംഗീകരിച്ചത്. ആ വിഷയം ഏറെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾ ആണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിഷയത്തിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് പാർട്ടി നേതൃത്വം പൂർണ്ണമായും പറയുന്നത് തെറ്റാണെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണ് ശരിയെന്നും പയ്യന്നൂരിലെ ജനത വിശ്വസിക്കുന്നു. അതിനുള്ളൊരു അംഗീകാരമാണ് കുഞ്ഞികൃഷ്ണന് കൊടുത്തത്. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. അത് പാർട്ടി ഇനിയും തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. ഇത്രയേ ഉള്ളൂ. പാർട്ടി എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാഷെ. കാരണം എന്താ വെച്ചാൽ ഈ കണ്ണൂരിലെ ഓരോ ജില്ലാ സെക്രട്ടേറിയറ്റും എല്ലാ ജില്ലകളിലെ സെക്രട്ടേറിയറ്റ് അതിരൂക്ഷമായാണ് പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അതിരൂക്ഷ വിമർശനമാണ് എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, തിരുത്തുമോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ പാർട്ടിയുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഓരോ പരാജയത്തിൻ്റെ ഘട്ടത്തിലും ഇതുപോലെ തിരിച്ചറിവൊക്കെ ഉണ്ടാവും. പക്ഷേ ആ തിരിച്ചറിവ് ഉണ്ടാവുന്നതല്ലാതെ ഒരു തിരുത്തൽ നടപടിയും സ്വീകരിച്ച അനുഭവം എൻ്റെ അനുഭവത്തിലില്ല. എല്ലാ കാലഘട്ടത്തും പാർട്ടി തിരിച്ചറിഞ്ഞിട്ട് തിരുത്താതെ മുന്നോട്ട് പോയി എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അതാണ്. ഒരു തിരുത്തലും പാർട്ടി വരുത്തിയിട്ടില്ല. പിണറായിയുടെ MV ഗോവിന്ദന്റെ കാലഘട്ടത്തല്ല, അതിന് മുൻപ് ഇത് തന്നെയാണ്, സമാന സ്ഥിതി തന്നെയായിരുന്നു. അത് തന്നെ, ഒരു തിരുത്തൽ വരുത്താറില്ല. തിരുത്തൽ പ്രക്രിയയൊക്കെ അവർ നടത്തും. തെറ്റുതിരുത്തൽ രേഖയൊക്കെ അവർ അംഗീകരിക്കും. VS-ന്റെ കാലത്തൊപ്പം ഇതൊക്കെ തന്നെയായിരുന്നു. എല്ലാവരുടെ കാലത്തും തന്നെയാണ്. പാർട്ടി തിരുത്തുക എന്നുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്താണ് കാരണം എന്നെല്ലാം അവർ കണ്ടെത്തും. പക്ഷെ കാരണം കണ്ടെത്തുന്നല്ലാതെ തിരുത്തുന്ന നടപടി ഉണ്ടായിട്ടില്ല. G. സുധാകരൻ സഖാവിനെ നേരിട്ട് കണ്ടിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ തലസ്ഥാനത്ത് വെച്ചപ്പോഴും കണ്ടിരുന്നു? ഇല്ല, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നിലപാടൊക്കെ എങ്ങനെയാണ്? അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ടത്. അത് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. സ്വതന്ത്ര MLA-മാരായി തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കും. അല്ല, അത് 3 പേരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എൻ്റെ നിലപാടേ പറയും. എൻ്റെ നിലപാട് ഞാൻ അതേപോലെ തുടരും. അവരെ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അവരുമായിട്ട് നമ്മളൊരു ആശയവിനിമയം നടത്തുകയോ അങ്ങനെ ഒരു നിലപാടിലേക്ക് വരണമെന്ന് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വീകരിച്ച നിലപാട്, ആ നിലപാട് തന്നെ ഇപ്പം UDF-ൻ്റെ പിന്തുണയോട് UDF-ൻ്റെ ഭാഗമായി നിൽക്കും. പാർട്ടിക്ക് ഒരു മറുപടി കൊടുക്കുകയായിരുന്നു താങ്കളുടെ ലക്ഷ്യം. പക്ഷെ താങ്കൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല, താങ്കൾ ജനങ്ങളുടെ പിന്തുണയോട് MLA. അപ്പോൾ ഇനി തളിപ്പറമ്പ് മണ്ഡലത്തിൽ MV ഗോവിന്ദൻ ചെയ്യുന്നതിനപ്പുറത്തെ ആ മണ്ഡലത്തിൽ TK ഗോവിന്ദൻ എന്താവും ചെയ്യാൻ? അതിൽ ഇപ്പോൾ ആ മണ്ഡലത്തിൽ ചെയ്യാവുന്നത് കഴിഞ്ഞ MLA ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാവും. എല്ലാം പകുതി പൂർത്തിയാക്കണം. അതൊക്കെ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പൂർത്തിയാക്കണം. അത് കുറേ പൂർത്തിയാവാതെ നിൽക്കുന്നത്, അത് പൂർത്തിയാക്കണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തളിപ്പുറം മണ്ഡലത്തിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഞാനത് തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കുകയും ചില ആളുകൾ തീരുമാനിക്കുകയും ചെയ്യുന്ന രീതി പാടില്ല. ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് തളിപ്പുറം മണ്ഡലത്തെ ആകെ കണ്ടുകൊണ്ടുള്ള ഒരു വികസനത്തിന് ഞാൻ രൂപം കൊടുക്കും. അതുപോലെ തന്നെ അവിടുത്തെ വികസനം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളുമായും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുമായും ചർച്ച ചെയ്ത് തികച്ചും ജനകീയമായി അവർ ചർച്ചയ്ക്ക് ശേഷമാണ് വികസനങ്ങൾ തീരുമാനിക്കുക. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോക്കസ് തീരുമാനിക്കുന്ന രീതിയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശാലമായ ജനാധിപത്യ രീതിയിൽ ജനങ്ങളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് വികസനം നടത്തുക. താങ്കൾ MLA ആയതിനു ശേഷം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളെ കാണാനായി പോയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് VS സഖാവിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. അത് കാണാനായി ഭാര്യയും മകനും ഒക്കെ ഉണ്ട്. കാണാനായി പോകുമോ? അല്ല, ഞാനിപ്പോൾ അത്ര ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ കോടിയേരിയുടെ കാര്യത്തിൽ നിന്ന് കോടിയേരി ഞങ്ങളൊരു കുടുംബ ബന്ധം പോലെ കഴിഞ്ഞവരാണ്. കോടിയേരിൻ്റെ കുടുംബക്കാരും എൻ്റെ കുടുംബവും കോടിയേരിൻ്റെ മക്കളും എൻ്റെ മക്കളും ഒക്കെ തന്നെ അത്തരങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒന്നിച്ച് കഴിഞ്ഞവരാണ്. അപ്പോൾ ആ പരിസ്ഥിതിയിൽ കോടിയേരിൻ്റെ അടുത്ത് പോയി അദ്ദേഹം വിളിക്കാറുണ്ട്. കോടിയേരി മരിച്ചതിന് ശേഷവും ആ കുടുംബമായിട്ട് നല്ല ബന്ധം ഞാൻ പുലർത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിയേരിൻ്റെ വീട്ടിൽ പോയത്. അങ്ങനെ ഒരു കുടുംബ ബന്ധം VS-ൻ്റെ കുടുംബമായിട്ട് എനിക്കില്ല. കോടിയേരിൻ്റെ കുടുംബമായിട്ടുള്ള പോലൊരു കുടുംബ ബന്ധം VS-ൻ്റെ കുടുംബമായിട്ട് എനിക്കില്ല. അതുകൊണ്ടാണ് കോടിയേരിൻ്റെ കുടുംബത്തിൽ കാണാൻ വേണ്ടി പോയത്. പിന്നെ ഇന്നലെ സത്യപ്രതിജ്ഞവർ ഇവിടെ തന്നെ ഉണ്ട്. സത്യപ്രതിജ്ഞവരുണ്ട്. താങ്ക് യു. എല്ലാ ആശംസകളും സഖാവേ. താങ്ക് യു.